നമസ്കാരം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഇന്നലെ റീബൗണ്ടായ രീതിയിൽ നിഫ്റ്റി ഏകദേശം ഒരു 300 പോയിൻറ്റിൻ്റെയൊക്കെ റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഇന്നലെ ഏഷ്യൻ മാർക്കറ്റും നല്ല റാലി. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെ US ഫ്യൂച്ചറും പോസിറ്റീവായിരുന്നു. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നീട് കണ്ടത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. US മാർക്കറ്റിൽ ടെക്നോളജി സ്റ്റോക്കുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. US മാർക്കറ്റ് ഫോളായി. അതുവഴി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും ഫോളാണ്. കൂടാതെ ഇന്നലെ 300 പോയിൻറ്റിൻ്റെ റാലി ഉണ്ടാക്കിയെങ്കിൽ കൂടിയും ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ 3000 കോടി രൂപയ്ക്ക് മുകളിൽ സെല്ലാണ് നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3000 കോടി രൂപയ്ക്ക് 3300 കോടി രൂപയ്ക്ക് ബൈ നടത്തി. കൂടാതെ തന്നെ റീറ്റെയിലേഴ്സും ബൈ നടത്തിയത് കൊണ്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 200 പോയിൻറ്റിൽ കൂടുതൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും നെഗറ്റീവാണ്. അപ്പോൾ റിസഷൻ സാധ്യതകൾ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്ന് വലിയ ഒരു ഈവൻ്റ് ഇന്ന് വരുന്നുണ്ട്. കൃത്യം 10 മണിക്ക് ഇന്ത്യയുടെ RBI മോണിറ്ററി പോളിസി വരും. അവിടെ നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണെന്ന് തീരുമാനിക്കപ്പെടും. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പ്രധാന ഒരു കാരണം ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉയർത്തിയത് കൊണ്ടാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് തീരുമാനം. കൃത്യം 10 മണിക്കാണ് ആ ഒരു ഡേറ്റ വരുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ഡേറ്റയാണ് ഇന്ന്. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്കും ഡോയും റെഡിലടച്ചു. യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. അതിന് മുകളിൽ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന US ഫ്യൂച്ചർ 55 പോയിൻറ്റ് ഡൗൺ ആണ്. ജപ്പാൻ മാർക്കറ്റ് 2% ഡൗൺ. കൊറിയ 1.5% ഡൗൺ. ചൈന ഫ്ലാറ്റാണ്. ഓസ്ട്രേലിയ കാണാം AX200 34 പോയിൻറ്റ് ഡൗൺ. അതിന് മുകളിലുള്ളത് ഗോൾഡാണ്. $2387 പെർ ഔൺസ്. ബ്രൻ്റ് ഓയിൽ 78. പിന്നെ ഏറ്റവും ടോപ്പ് ബിറ്റ്കോയിൻ 54,000. US മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും റെഡിലടച്ചു. ICICI ബാങ്കും റെഡിലടച്ചു. HDFC ബാങ്ക് പോസിറ്റീവിൽ ആയി ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. റിലയൻസും GDRൽ പോസിറ്റീവ് തന്നെയാണ്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകാര്യം മുമ്പ് ഇന്നത്തെ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് 24,297 സ്പോട്ട്. 24,000 മേജർ സപ്പോർട്ട് സോണുള്ളത്. 24,100 ഒരു സപ്പോർട്ടാണ്. 24,000 പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ളത് 23,800 പിന്നെ താഴേക്ക് അങ്ങനെ പോകും. മേജർ റെസിസ്റ്റൻസ് സോൺ 24,800 മേജർ റെസിസ്റ്റൻസ് സോൺ ഉള്ളത്. അതിനുശേഷം 25,000 നമുക്കറിയാം. 24,500 റെസിസ്റ്റൻസ് ആണ്. PCR 0.7 ആണ്. അതായത് PCR 0.7 കൂടുതൽ കോള് തന്നെയാണ് ആളുകൾ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിഫ്റ്റിയിൽ. സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളൊക്കെ വരാം. ഗോദ്രേജ് കൺസ്യൂമർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 41% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു. കമ്പനി 5 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. അപ്പോളോ ടയേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 23% കുറഞ്ഞ് 302 കോടി രൂപ കരസ്ഥമാക്കി. സുല വൈൻയാർഡ് കമ്പനി രാജ്യത്തിലെ വൈൻ ടൂറിസം ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് അവർ 7% വർദ്ധിച്ച് 14 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂവും 11% വർധനവ് രേഖപ്പെടുത്തി. വെൽസ്പൻ കോർപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 50% വർദ്ധിച്ച് 248 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവർ ഒരു പ്ലാസ്റ്റിക് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. 85 കോടി രൂപ മുടക്കി അക്വയർ ചെയ്തിട്ടുണ്ട്. വിടെക് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതുവഴി ഇവർ പ്ലാസ്റ്റിക് ബിസിനസ്സിലേക്കും കടന്നു വരികയാണ്. NHPC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 1.2% ഉയർന്ന് 1,108 കോടി രൂപ കരസ്ഥമാക്കി. GMM ഫോഡലർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 52% ഇടിഞ്ഞു. റവന്യൂ 11% ഇടിഞ്ഞു. ഗുജറാത്ത് പിപാറാവ് പോർട്ട് കമ്പനി ഇവർ 65 കോടി രൂപയിൽ നിന്ന് 105 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മാരിക്കോ കമ്പനി ബംഗ്ലാദേശിൽ അവരുടെ ബിസിനസ് എല്ലാം തന്നെ സ്റ്റേബിൾ ആകുന്നുണ്ട്. ബാക്ക് ടു നോർമൽ എന്ന രീതിയിലേക്ക് വരുന്നുണ്ട് എന്ന് കമ്പനി പറഞ്ഞു. MTAR ടെക്നോളജി കമ്പനി 140 കോടി രൂപയുടെ ഓർഡർ അവർക്ക് ലഭിച്ചു. IRB ഇൻഫ്ര കമ്പനി ഇവരുടെ ടോൾ കളക്ഷൻ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 37% വർധനവ് രേഖപ്പെടുത്തി. TVS സപ്ലൈ ചെയിൻ കമ്പനി ഇവർ JCB ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഹാപ്പി ഫോർജിങ് കമ്പനി 64 കോടി രൂപയിൽ നിന്ന് 63 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. BSE കമ്പനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 440 കോടി രൂപയിൽ നിന്ന് 265 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചുരുങ്ങി. ബൊണ്ടാണ്ട എഞ്ചിനീയറിംഗ് കമ്പനി ഇവർക്ക് 19 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. കിംസ് കമ്പനി ഇവർക്ക് 80 കോടി രൂപയിൽ നിന്ന് 86 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി.
അബോട്ട് ഇന്ത്യ കമ്പനി 290 നിന്ന് 330 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ITD സെമന്റേഷൻ കമ്പനി 52 കോടി രൂപയിൽ നിന്ന് 100 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിന് ബാക്കപ്പ് ചെയ്യുന്നത്. അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് അപ്സ്റ്റോക്ക് സഹായിക്കും. കൂടാതെ തന്നെ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ഇന്നത്തെ FIIസിൻ്റെ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതായത് FIIസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറുള്ള ആക്ടിവിറ്റീസ്, ഇന്നത്തെ FNO ബാൻ, അതുപോലുള്ള അത് എല്ലാം ഉണ്ട്. എവിടെ? നമ്മളുടെ bestmate.comലെ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന ടാബിലുണ്ട്. അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾക്ക് ബുക്ക് മാർക്കൊക്കെ ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ അത് കൂടാതെ IPO ഡീറ്റെയിൽസും ഡിവിഡൻഡ് ഡീറ്റെയിൽസും റിസൾട്ട് കലണ്ടറും നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും ഒരു ടേൺ ഉണ്ടായി എന്നുള്ള രീതിയിൽ വിശ്വസിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ US മാർക്കറ്റിൽ ഉണ്ടായ ഇടിവ് ഒട്ടും നമുക്ക് എക്സ്പെക്റ്റ് ആയിരുന്നില്ല. US മാർക്കറ്റും റീബൗണ്ട് ആയി എന്ന രീതിയിലായിരുന്നു നമ്മൾ വിശ്വസിച്ച് പോകുന്നത്. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും സ്ലൈറ്റ്ലി ഒരു ഫോളിലേക്കാണ്. റിസഷൻ സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. അപ്പോൾ റിസഷൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് അനുമാനിക്കാൻ സാധിക്കുന്നത്. റിസഷൻ സാധ്യതകൾ കൊണ്ടാണ് മാർക്കറ്റ് ഇടിഞ്ഞിട്ടുള്ളതെങ്കിൽ റിസഷൻ സാധ്യതകൾ ഒരു ദിവസം കൊണ്ട് പോകുന്ന കാര്യമല്ല. അതായത് ഒരു ദിവസം കൊണ്ട് മാറുന്ന കാര്യമല്ല. റീബൗണ്ടുകൾ ഉണ്ടാകും. ആ ഒരു റിസഷൻ സാധ്യതകൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രമുഖ ബ്രോക്കറിംഗ് സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന്, ജെഫ്രീസ് അല്ലെങ്കിൽ ബ്ലാക്ക് റോക്ക്, അങ്ങനെ എന്തെങ്കിലും ബ്രോക്കറിംഗ് സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നോ അതില്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു മേജർ അനലിസ്റ്റോ ഇതിന് ഘടകവിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു പ്രസ്താവനകളൊക്കെ വരികയാണെങ്കിൽ അത് മാർക്കറ്റ് റീബൗണ്ട് ആവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈവൻ ടെക്നോളജി കമ്പനീസിൻ്റെ CEO അവരുടെയും അഭിപ്രായങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം വാലിഡാണ്. പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല. കൂടാതെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ വാരൻ ബഫറ്റ് അദ്ദേഹത്തിൻ്റെ ആപ്പിളിലുള്ള നിക്ഷേപം നേർപകുതിയായി ചുരുക്കി എന്നുള്ളതാണ്. അപ്പോൾ അത് റിസഷൻ സാധ്യതകളൊക്കെ ആക്കം കൂട്ടുന്നുള്ള രീതിയിലേക്ക് ആളുകൾ റീഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ശുഭാപ്തി വിശ്വാസം കൈവിടാതിരിക്കാം. താങ്ക് യു.